എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ പൊട്ടാറ്റോ, 2 മീഡിയം സൈസ് തക്കാളി, 2 തണ്ട് കറിവേപ്പില, 2 എരിവ് കുറഞ്ഞ പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പൊടികളും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒപ്പം 2 പിടി നാളികേരവും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസ് വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ ആട്ടോ. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് അരിഞ്ഞു വെച്ച പൊട്ടറ്റോയും സവോളയും പച്ചമുളകും വേപ്പിലയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 3.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരെയാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 പിടി നാളികേരവും അത് അരച്ചെടുക്കാനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ വരെ ആകാം. എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തത്. എരിവ് കുറഞ്ഞ മുളക് പൊടിയുള്ളവരാണെങ്കിൽ 2 ടീസ്പൂണും എടുക്കാം. ഇത് നമുക്ക് ഒരു മിനിറ്റിൽ താഴെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചൂടാക്കിയ പൊടി മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചൂടായി കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചതച്ചെടുത്ത ഇഞ്ചിയും ചേർക്കാം. 6 വിസിലിന് ശേഷം കുക്കറിലെ പ്രഷറെല്ലാം നന്നായി പോയിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് വേവിച്ച കഷ്ണങ്ങളെല്ലാം നമുക്ക് ചട്ടിയിലോട്ട് ചേർക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് തിരിച്ച് കുക്കറിൽ വെച്ചും ചെയ്യാം. അതായത് കഷ്ണങ്ങൾ വേവിച്ച അതേ കുക്കറിൽ തന്നെ കഷ്ണങ്ങൾ വേവിച്ച ശേഷം പൊടികളെല്ലാം ചൂടാക്കി ആ കുക്കറിലേക്ക് ആ പൊടിയും ഇട്ട് തക്കാളിയും ഇഞ്ചിയും അതിലോട്ട് ചേർത്ത് നമുക്ക് കുക്കറിൽ തന്നെ പാകം ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ചട്ടി ഉപയോഗിക്കുന്നത് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേവിച്ചെടുത്ത കഷ്ണങ്ങളും പൊടികളും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഇനി നമുക്കിതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2-ാം പാലും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശേഷം തീ കുറച്ച് വെച്ച് നമുക്കതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തുടർച്ചയായി ഇളക്കിയില്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് 1 മിനിറ്റ് വരെ നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു പകുതി സവാള നന്നായി അരിഞ്ഞെടുത്തത് ചേർക്കാം. ഒപ്പം 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് സവാള നല്ലപോലെ വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവാള നല്ലതുപോലെ വഴണ്ട് ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മസാല, ഗരം മസാല ചേർത്ത് കൊടുക്കാം.
ഗരം മസാല ഇട്ട് 1/2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇതിലേക്കുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കത് തൊണ്ട് പൊളിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് അഭിപ്രായം അറിയിക്കണേ. ഒപ്പം ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.